ചേച്ചിട്ടാ നമസ്കാരം. മനസ്സരമാണ്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണിന്നും, അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലെ ബാബുരാജിന്റെ കടയിലെത്തിയാൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ കേൾക്കാം. എന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണിന്നും, അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും ചായ കുടിക്കാനും എത്തുന്നവർക്ക് ബാബുരാജിന്റെ വക പാട്ട് ഫ്രീ. പാട്ടിനോടേറെ പ്രിയമുള്ള ബാബുരാജ് ചായ അടിക്കുമ്പോഴും സാധനങ്ങൾ പൊതിയുമ്പോഴും പാട്ടുകൾ പാടും. കേട്ടിരിക്കാൻ നാട്ടുകാരും കൂടും. 30 വർഷമായി ഈ കട. ഇതുവരെ കടയിലെത്തുന്നവർക്ക് പാട്ട് മുടങ്ങിയിട്ടില്ല. ബാബുരാജിന് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും മൂഡിനനുസരിച്ച് പാട്ടുകളുണ്ടാകും. ഒരു പൂവിരിയുന്ന സുഖമറിഞ്ഞു, നറുമഞ്ഞൊരുകുന്ന ലയമറിഞ്ഞു. ഉണരൂ ഉണരൂ യമുനേ ഉണരൂ, ഏതോ മുരളിക പാടുന്നു, ദൂരെ വീണ്ടും പാടുന്നു. പാട്ടെൻ്റെ കൂടപ്പുറപ്പാണ്. ചെറുപ്പത്തിൽ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, താല്പര്യമായിരുന്നു. പിന്നെ പല സ്റ്റേജുകളിലും ഞാൻ ചെറുതായി പാടിയിട്ടുണ്ട്. നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്, അവർ ചെയ്ത് തന്നിട്ടുണ്ട്, ഇങ്ങനെ പാടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് പാട്ടോട് ഭയങ്കര ഇഷ്ടവും താല്പര്യവും കൂടിയാണ്. എല്ലാ പാട്ടും ഞാൻ പാടും കുറച്ചായിട്ട്. എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതങ്ങനെയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പാട്ട് വന്നു പോകും. എന്തെങ്കിലും ഒരു മൂളിപ്പാട്ട് എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പം, ചായ എടുക്കുമ്പോഴായാലും ശരി, ഞാൻ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ ഞാൻ മനസ്സിൽ പാടലുണ്ട്. ബസ് യാത്ര ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടും. നേരം പോക്കിൽ ചിലർ കടയിലെത്തും ബാബുരാജിന്റെ പാട്ട് കേൾക്കാൻ. ചിലർക്ക് സാധനങ്ങൾ വേണ്ട, ബാബുരാജിന്റെ പാട്ട് മതി. വർണ്ണങ്ങൾ നെയ്യും മനസ്സിലെ മോഹങ്ങൾ സ്വർണ്ണമരാളങ്ങളായിരുന്നു. പാട്ട് നല്ല പാട്ടാണ്. നല്ല പിന്നെ ഇപ്പോൾ സ്റ്റേജിലെല്ലാം വെച്ച് പാടും. സാധാരണ എല്ലാ പരിപാടിക്കും ഉണ്ടാകലുണ്ട്. അതുപോലെ തന്നെ ആളുകളും ഉണ്ടാവും ഇവിടെ. ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം കൂടുതൽ ആളുകളെല്ലാം ഉണ്ടാവും. പാട്ടുള്ളതുകൊണ്ട് റേഡിയോത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും ചായയെല്ലാം വരുമ്പോൾ പാടിക്കൊണ്ടേയിരിക്കും. പാട്ട് അവന് ഷെയർമോട്ടാണ്. നല്ല രീതിയിൽ നല്ല സ്വരത്തിൽ നല്ല ഈണത്തിൽ പാട്ട് പാടും. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. സ്റ്റേജിൽ കയറി പാടി, കുറേ സ്റ്റേജിൽ പാടി. കടയിലിരുന്ന് പാടിപ്പാടി ചില വേദികളിലും അവസരം ലഭിച്ചു. ഇന്ന് നാട്ടിലെ പാട്ടുകാരൻ എന്നാണ് ബാബുരാജ് അറിയപ്പെടുന്നത്. പ്രൈം 21 കണ്ണൂർ.